ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സൈലം. നമ്മൾ എപ്പോഴും ഹിന്ദി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങളാണ് അല്ലെ? സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം. ഈ സ്വരാക്ഷരവും ഈ വ്യഞ്ജനാക്ഷരവും മാത്രം മതിയോ നമുക്ക് ഹിന്ദി വായിക്കുവാന്? പോരല്ലേ? പിന്നെ എന്ത് വേണം? ചിഹ്നങ്ങൾ വേണം. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ ഇതിന്റെ ഒക്കെ ഇടയിൽ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. കൂട്ടക്ഷരം നമ്മൾ മലയാളത്തിൽ മാത്രമാണോ കൂട്ടി എഴുതുന്നത്? അല്ല, ഹിന്ദിയിലും ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരുപാട് തവണ നമ്മൾ വീഡിയോസ് വന്നിട്ടുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതുമായിരിക്കും സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും എങ്ങനെയാണ് നിങ്ങൾ വായിക്കേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് കൂട്ടക്ഷരങ്ങളെ കുറിച്ചാണ്. പലപ്പോഴും പല സൗണ്ടും അല്ലെ, പല ഉച്ചാരണവും നമുക്ക് ഒരക്ഷരത്തിൽ നിന്ന് മാത്രം കിട്ടില്ല. പകരം രണ്ടക്ഷരങ്ങൾ അവിടെ കൂടി ചേർന്ന് നമുക്ക് അതേ ഉച്ചാരണം കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ടക്ഷരങ്ങളെ കൂട്ടി എഴുതുന്നത് കാണാം അല്ലെ? പലപ്പോഴും നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇതേതാ മിസ്സേ അക്ഷരം എന്നൊരു തപ്പിത്തടയൽ വരാറില്ലേ? അതെന്തുകൊണ്ടാണ്? അത് രണ്ടക്ഷരത്തെ കൂട്ടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും കുറച്ച് പ്രയാസം ഉണ്ടാകും. ഏതൊക്കെയാണ് അങ്ങനെ വരുന്നത്? നമ്മൾ അധികവും അങ്ങനെ കാണുന്ന അക്ഷരങ്ങൾ നോക്കാം. നോക്കൂ, ഇങ്ങനെ നമുക്ക് രണ്ട് ഛ എന്ന ഉച്ചാരണം. അതിനു മുൻപേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങനെ നമ്മൾ അക്ഷരത്തിന് താഴെ ഒരു ചിഹ്നം കൊടുത്തത് കണ്ടോ മക്കളെ? ഇങ്ങനെ വരുമ്പോ എന്താണ് ഇവിടെ ഉച്ചരിക്കുന്നത്? ഛ് എന്നാണ്. ഇനി ഇത് രണ്ടും കൂട്ടിച്ചേർന്ന് നമുക്ക് കിട്ടുന്ന അക്ഷരമാണ് ഛ. ഇനി അടുത്തത് ക. ക ഇതുപോലെ തന്നെ കായോട് ക എന്നതിനോട് മറ്റൊരു ക കൂടി ചേർത്താണ് നമ്മൾ ഖ. അപ്പൊ മലയാളത്തിൽ നമ്മൾ എങ്ങനെ എഴുതും? മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നുണ്ടല്ലേ? കാക്ക, ചക്ക എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പൊ ഇവിടെ ഈ ക എന്ന് എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ നമ്മൾ രണ്ട് കായെ കൂട്ടിച്ചേർത്ത് കൂട്ടക്ഷരമായിട്ട് എഴുതേണ്ടത് രീതിയാണ് ഇപ്പൊ നമ്മൾ ഹിന്ദിയിൽ ഇവിടെ കാണിക്കുന്നത്. അടുത്തതാണ് നമുക്ക് ല അല്ലെ? ല് എന്നതിനെ നമ്മൾ കൂട്ടി എന്താക്കുന്നു? പല സ്ഥലത്തും നമുക്ക് ഇങ്ങനെ എഴുതാൻ അല്ലെ? ല. ഇനി ഇത് കൂടാതെ മറ്റു രീതിയിൽ രണ്ടക്ഷരങ്ങൾ, ഇപ്പൊ ഇവിടെ നമ്മൾ ഒരക്ഷരം തന്നെയാണ് അല്ലെ എടുത്തത്. ഇനി രണ്ടക്ഷരങ്ങൾ കൂടി ചേർന്ന് വരുന്ന സംയുക്താക്ഷരം അല്ലെ, കൂട്ടാക്ഷരത്തെ സംയുക്താക്ഷരം എന്നും പറയാം. നോക്കൂ, ത് പ്ലസ് യ. ത് പ്ലസ് യ എന്ന് കൂടി ചേരുമ്പോൾ എന്താണ് നമ്മൾ വായിക്കുന്നത്? തിയ എന്നാണോ? ഇല്ല, അല്ല, ത്യ അല്ലെ? ത് പ്ലസ് യ. ഇങ്ങനെയായിരിക്കും നമ്മൾ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ എഴുതുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ത്യാഗ് കണ്ടോ? ത്യാഗ് അല്ലെ? അപ്പൊ ത് എന്ന പകുതി ശബ്ദം മാത്രമേ നമ്മൾ അവിടെ ഉച്ചരിക്കുന്നുള്ളൂ. ഇനി അതുപോലെ വ് പ്ലസ് യ. എന്തൊക്കെ നമ്മൾ എങ്ങനെയാണ് എഴുതാ? ഇവിടെ വ് എന്ന്, മറ്റേത് യ എന്ന്. അപ്പൊ അത് വ് എന്ന് വരുമ്പോൾ നമുക്ക് വാ പകുതി മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഈ ചിഹ്നം ശ്രദ്ധിക്കണം, അല്ലെ? ഇപ്പൊ നമ്മൾ മലയാളത്തില് ഇങ്ങനെ ചന്ദ്രക്കല ഇടില്ലേ? വ് ത് എന്നതിനാണ് ഇവിടെ താഴെ ഇങ്ങനെ ഒരു വര കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു വാക്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഉച്ചരിക്കണം. എങ്ങനെയാണ്? ഏതെങ്കിലും ഇപ്പൊ വാ എന്നതിന് താഴെയാണ് വ്, ഇതേ സമയം ഇവിടെ ദ ആണെങ്കിലോ ദ്. ഇനി ഇവിടെ നമ്മൾ വാ പകുതി കൊടുക്കുന്നു യ അല്ലെ? അപ്പൊ എന്താ ഇത് വായിക്ക? വ്യ. അപ്പൊ നമ്മൾ ഇതിനെ വ്യാകരൺ. വാ പ്ലസ് യ, വ്യാ ഘ രൺ. കണ്ടോ? വ്യാകരൺ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. ഇപ്പൊ രണ്ടക്ഷരങ്ങൾ കൂടിയിട്ടാണ് നമുക്ക് കൂട്ടക്ഷരങ്ങൾ കിട്ടുന്നത്. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കാം. പ് പ്ലസ് യ.
നമ്മൾ എപ്പോഴും അല്ലേ മാക്ക പ്യാർ എന്നൊക്കെ പറയാറുണ്ട്. പ്യാർ അല്ലേ. അപ്പൊ പ പകുതി മതി, യ പ്യാർ. പിന്നെ നമുക്ക് പ്യാർ എന്ന് എഴുതി നോക്കാം. പ്യാർ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒരുപാട് വേർഡുകൾ ഇങ്ങനെയും വരുന്നതാണ്. അപ്പൊ ഇത് വായിക്കാൻ അറിയണമെങ്കിൽ ഇതെന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂട്ടക്ഷരം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനി നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരം വാക്കുകൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇത്തരം വാക്കുകളെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് മാറ്റി എഴുതുകയാണെങ്കിൽ, ഒന്നുകൂടി വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ പൂർണ്ണമായ ഗുണവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് വർക്ക് ചെയ്യുക. ബൈ.